ഇത് അടിപൊളി പിക്നിക് സ്പോട്ട് ആണല്ലോ കൂട്ടുകാരെ. ട്രക്കിങ്ങിന് വേണ്ടിട്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നത്. പക്ഷെ ബാഗ് എങ്ങനെയാണ് ഇത്രയും ഭാരമേറിയത് മാറിയത്? ഇതിനേക്കാൾ നല്ലത് ഞാൻ മണ്ണായിരുന്ന മതിയായിരുന്നു. അതാവുമ്പോ പരിക്കൊന്നും പറ്റില്ലായിരുന്നല്ലോ എന്റെ അമ്മച്ചി. ഈ ലോകത്ത് മാറാത്ത രണ്ട് കാര്യം മാത്രമേ ഉള്ളൂ. ഒന്ന് സമുദ്രം, മറ്റൊന്ന് ഹണിയുടെ ആലസ്യം. രണ്ടിനും ഒരു മാറ്റവും ഇല്ല. കൂട്ടുകാരെ, നമുക്ക് ടെന്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അയ്യോ, അല്ല, 3 പൈപ്പ് എക്സ്ട്രാ ഉണ്ടല്ലോ. അത് മുഴകളാ. കൂട്ടുകാരൻ, അല്ല, നിങ്ങൾ ഈ ചെറിയ ടെന്റിയെ കണ്ടാണോ പേടിച്ചത്? എടാ, നീയും പേടിച്ചോടിയതല്ലേ? അത് ഞാൻ സന്തോഷം കാണിക്കുന്ന സ്റ്റൈലാണ്. എപ്പോഴൊക്കെ എനിക്ക് സന്തോഷം വരുന്നോ അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ വീഴാറുണ്ട്. ഇതാരാ കിറ്റി? ഇവൻ എന്റെ ടെഡിയാണ്. അതുകൊണ്ടാണ് ക്യാമ്പിലേക്ക് ഞാൻ ഇവനെയും കൂട്ടിക്കൊണ്ടു വന്നത്. അത് നന്നായിട്ടുണ്ട് കിറ്റി. വൗ, ക്യൂട്ടായിട്ടുണ്ട്. ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന വയറ് നിറയില്ല. വാ, നമുക്ക് ആഹാരം കഴിക്കാം. എന്റെ വിശപ്പ് എന്താണെന്ന് വെച്ചാ, ഒരു വശത്ത് വേൾഡ് ടൂറും മറുവശത്ത് ആഹാരം കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ തീർച്ചയായും ആഹാരം മാത്രമേ തിരഞ്ഞെടുക്കുള്ളൂ. സംശയമുണ്ടോ? ഊഞ്ഞാലിൽ നിന്നും താഴേക്ക് വീഴും മോനെ. ഇനി നീ അടിക്കോ. മോനെ, ടി വി കണ്ട കണ്ണിലെ കാഴ്ച പോകാൻ സാധ്യതയുണ്ട്. ഒരു മിനിറ്റ്. ഇനി കണ്ടോ? പക്ഷെ ചക്കര, ഇവിടെ നടക്കുന്നത് കബഡി മാച്ച് ആണല്ലോ. ജീവിക്കുകയാണെങ്കിൽ അതുപോലെ ജീവിക്കണം. എന്നാലൊരു പണി അങ്ങ് ഒപ്പിച്ചേക്കാം. എന്റെ മോൻ എത്ര അനുസരണയോടെയാണ് ഇരിക്കുന്നത്. എന്റെ പേസ്റ്റ് എന്താ നീ കഴിച്ചത്? ഇപ്പൊ നിന്റെ പേസ്റ്റ് ഞാൻ കഴിക്കും. ഇതാ. നിങ്ങൾ എന്താ കാണിച്ചത്? സോറി കിറ്റി. ഇവന്മാരൊക്കെ കഴുതകളാ കിറ്റി. നിന്റെ മുഖം ഞാൻ വൃത്തിയാക്കി തരാം. നീ കിറ്റിയെ ഹെൽപ്പ് ചെയ്തോ കൊച്ചളിയാ. പക്ഷെ ഒരു കാര്യമുണ്ട്, കഴുത ഈ ഞാനാണ്. കഴിച്ചോളൂ.
ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ. എടാ ബണ്ടി, ചുട്ടി, ചണ്ടി, മങ്കി എല്ലാവരും വേഗം വാ. എന്ത് പറ്റി അമ്മാവാ? എന്തു പറ്റി അളിയാ? എന്ത് പറ്റി ചിറ്റപ്പാ? എന്തു പറ്റി മുത്തശ്ശ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെ മോനെ കാണാതായിരിക്കാണ്. അവനെ എത്രയും വേഗം കണ്ടെത്തണം. കാണാതെ പോയല്ലോ? അതെങ്ങനെയാണ് സംഭവിക്കുക? ആ ഇവിടെ ഇത്രയ്ക്കും വെള്ളം ഉണ്ടല്ലോ. ഇവിടെ ഇത്രയും വെള്ളം ഉണ്ടായിട്ടും ജനങ്ങൾ എന്തിനാണ് സേവ് ദ വാട്ടർ എന്ന് പറയുന്നത്? കഴുതേ, ഇത് വൃത്തിയുള്ള വെള്ളം അല്ല. എന്നാ പിന്നെ കുറച്ച് സോപ്പ് പൊടിയൊക്കെ ഇട്ട് ഇതിനങ്ങ് വൃത്തിയാക്കി എടുത്താ പോരെ? ഓഹോ, സോപ്പ് പൊടി ഇട്ട പിന്നെയും കൂടുതൽ വൃത്തികേടാകില്ലേ? പിന്നെ എന്തിനാ സോപ്പ് പൊടി ഇട്ട് നമ്മൾ തുണിയൊക്കെ വൃത്തിയാക്കി എടുക്കുന്നേ? ഓ ഇവനെങ്ങനെ ഒരു ഗുരു ഉണ്ടായിരുന്നെങ്കിൽ ഗുരുദക്ഷിണയായിട്ട് ഇവൻ ചക്കക്കുരു കൊണ്ട് കൊടുത്തേനെ. സംശയമുണ്ടോ? എങ്ങോട്ട് പോയിട്ടുണ്ടാകും? അവന് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇവരെന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായും എന്റെ അച്ഛൻ്റെ അടുത്ത് കൊണ്ട് എത്തിക്കും. എല്ലാരും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞോ? അയ്യോ, രക്ഷിതാവേ. ആ എനിക്ക് തോന്നുന്നത് നമുക്ക് വഴി തെറ്റിപ്പോയെന്നാ. വേഗം വാ, നമുക്ക് യഥാർത്ഥ വഴി കണ്ടുപിടിക്കണം. അതാ പോകുന്നു എന്റെ മകൻ. അവനെ പിടിക്ക്. കരടി പതുക്കെ പതുക്കെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. എടാ, അവരടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പേരെടുത്ത് എനിക്ക് പ്രശ്നം ഉണ്ടാക്കാൻ കഴിയില്ല. അവനെ മര്യാദക്ക് എനിക്ക് തിരിച്ചെത്താ. നാണോ ഇല്ലേ? ഇത്രയും വലിയ കരടിയായിട്ട് റേഡിയോ വെച്ച് കളിക്കുന്നോ? എന്നെ വിട്ടേക്ക്. ഞാൻ നിനക്ക് ഹണി തരാം. ഹണി എന്ന് വെച്ചാ തേൻ. വന്നോ ഹണി. ഞാനാണ് ഹണി. അവൻ പറഞ്ഞത് സത്യമാണ്, നുണയൊന്നും അല്ല. എന്റെ കൂട്ടുകാരനെ ഭയങ്കര ബുദ്ധിമാനാണ്. കണ്ടില്ലേ, ചിറകുള്ളത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. വാ, ഈ ശബ്ദം എവിടെയാണെന്ന് പുറത്തു പോയി നോക്കാം. എന്റെ ബായ്, 5 മിനിറ്റായിട്ട് ഞാൻ ബെല്ലടിക്കാൻ തയ്യാറെടുത്തോണ്ടിരിക്കുകയായിരുന്നു. പിന്നെന്താ ബെല്ലടിക്കാണ്ടിരുന്നത്? ഞാൻ എന്റെ കൈ പൊക്കുമ്പോഴൊക്കെ എനിക്ക് വല്ലാത്ത വേദന അനുഭവപ്പെടുക. അടിക്കൈ, ചിക്കൻ നന്നായിട്ട് വേവുന്നുണ്ട്. ഏതോ ഒരു നേതാവിന്റെ റാലി ഇതാ ഇതുവഴി പോകുന്നുണ്ട്. അടികൈ. കർത്താ, എല്ലാവരുടെ സുഹൃത്ത, റാലി ഒന്നുമില്ല. പിന്നെ എന്താ ഇത്? ഏയ്, ഇതിനു മുമ്പ് നിങ്ങൾ ആരോടെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഈ ഞാനും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴെങ്കിലും നിങ്ങളുടെ കാല് ബാത്റൂമിൽ വഴുതിയിട്ടുണ്ടോ? ഈ എന്റെയും കാല് വഴുതിയിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും രാത്രി പാർട്ടി നടത്തിയിട്ടുണ്ടോ?
എന്നാ പിന്നെ ഞാനത് നിന്റെ അച്ഛനോട് പറയട്ടെ. അയ്യോ വേണ്ട വേണ്ട, അച്ഛനോട് പറയല്ലേ. ചേട്ടാ ചേട്ടാ, അയ്യോ ഞാൻ ചേട്ടാന്ന് വിളിച്ചതാ. ചേട്ടാ ചേട്ടാ, ഇടയ്ക്ക് സംസാരിക്കരുത്. എന്താ ഞാൻ പറഞ്ഞേ? ഇടയ്ക്ക് സംസാരിക്കരുത്. പിന്നെയും പറഞ്ഞല്ലേ? നിന്നോടല്ലേ പറഞ്ഞത് ഇടയ്ക്ക് കയറി സംസാരിക്കരുതെന്ന്? ഞങ്ങളുടെ ബാൻഡ് ഗ്രൂപ്പാണ് ആടുമാടുകൾ ആൻഡ് സൺസ്. ആൻഡ് സൺസ് ആൻഡ് സൺസ് ആൻഡ് സൺസ്. അടുത്ത ഒരാഴ്ചത്തേക്ക് ഈ നഗരം മുഴുവൻ ഞങ്ങളുടെ കോൺസേർട്സ് ആയിരിക്കും. നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ദയവായി നിങ്ങളുടെ അഡ്രസ് ഈ ഫോമിൽ ഫിൽ ചെയ്തേക്കൂ. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ അഡ്രസ്. ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. നിങ്ങൾ എന്താ ഇൻവിറ്റേഷൻ എടുക്കാത്തത്? ഞങ്ങളുടെ മേഡം വിദേശത്തേക്ക് പോയിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാവണം. അതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. അത് കുഴപ്പമില്ല. ഞങ്ങൾ ഒരാഴ്ചത്തേക്ക് ഇവിടെ കൺസൾട്ട് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ വന്ന് കാണൂ. എന്നാ പിന്നെ അതൊന്ന് കാണണല്ലോ. ഞാൻ പോകാം. ഐ എം എ പാർട്ടി അനിമൽ. ഞാനും വരാം. ദിവസം മുഴുവൻ ഞാൻ വീട്ടിനകത്ത് തനിച്ചിരിക്കുകയാണ്. ആരും എന്നോട് സുഖമാണെന്നൊരു വാക്ക് പോലും ചോദിച്ചില്ല. ഞാൻ അവന്റെ വീട്ടിലേക്ക് പോയി പറയാം. നോക്ക, എനിക്ക് ഒരു കുഴപ്പമില്ല. ബാക്കിയുള്ളവന്മാരുടെ കണ്ണിക്കൂടി തുണി കെട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ കയറി മോഷ്ടിച്ചിട്ട് വേഗം സ്ഥലം വിടാമായിരുന്നു അല്ലേ? ഇവരെ നിന്റെ കൂട്ടുകാരും വല്ലതും ആണോ ഇത്ര പ്ലാൻ ഇട്ട് മോഷ്ടിക്കാനായിട്ട്? ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. അല്ല കൂട്ടുകാരെ, ഇത്ര നേരത്തെ കോഴി എന്തിനാ കൂവുന്നേ? ഇത് കോഴിയല്ല, അയൽവക്കത്താരോ കരയുവാണെന്ന് എനിക്ക് തോന്നുന്നേ. എന്തു പറ്റി? ഇന്ന് എന്തിന്റെ പേരിലാ റാലി നടക്കാൻ പോകുന്നേ? കറുത്താ, എല്ലാവരുടെയും സുഹൃത്താ, എന്റെ വീട്ടിൽ നിന്റെ ക്യാരറ്റ് എല്ലാം കളവ് പോയി. എന്റെ ജിമ്മിന്ന് എല്ലാ ടംബിൾസും കളവ് പോയിരിക്കുകയാണ്. ഇപ്പൊ അതില്ലാത്തത് കൊണ്ട് 2 ടയർ വെച്ചാണ് ഞാൻ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ മുത്തുമാല ആരോ മോഷ്ടിച്ചോണ്ട് പോയേ. അത് കാലിയല്ലേ, പിന്നെ എന്തിനാ അങ്ങനെ കരയുന്നത്? അതിലിട്ടിരുന്ന ലോക്കറ്റ് സ്വർണത്തിന്റെയാ. എന്റെ പിള്ളേരെ, കറണ്ട് ബിൽ അടയ്ക്കാൻ KC ബിൽ ചെല്ലാം. ഞങ്ങൾ കൺസേർട്ടിന് പോയി. അതിന് പുറകെ ആരോ മോഷ്ടിച്ചതാണ് എല്ലാം. അവിടെ നിൽക്ക്. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. മര്യാദക്ക് പറയുന്നത് കേൾക്ക്. അതിനിടയ്ക്ക് ട്രാക്ടർ ആരാ ഓൺ ചെയ്തേ? ഞാൻ സംസാരിച്ചതാ, ഞാനാ. ഇടയിൽ കയറി സംസാരിക്കരുത്. ഞങ്ങൾക്കൊരു കാര്യം പറയാറുണ്ട്. എന്താ? ഓടിക്കോ. ഞങ്ങളോടൊപ്പം നിങ്ങൾ സ്റ്റേജിൽ കയറി പാടുന്നോ 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 യോ. ഫൈനലി ഇനി നമുക്ക് തുടങ്ങാം. ഹണി വാ. അയ്യോ, ഇങ്ങനെ എടുക്കല്ലേ, ഞാൻ വേറൊരു പാട്ട് പാടാം. അയ്യോ വേണ്ടേ, അയ്യോ. നീ എന്താ കരുതിയത്? ഞങ്ങളങ്ങ് പറ്റിച്ചിട്ട് പോകാമെന്നോ? നിങ്ങളെ കളത്തരങ്ങളൊക്കെ പുറത്തായി. നിന്റെ കൂട്ടുകാരനുണ്ടല്ലോ, അവൻ ഞങ്ങളുടെ വീട്ടിലിപ്പോൾ കുടുങ്ങി കിടക്കുകയാണ്. ഇവര് ചെയ്ത തെറ്റിന്റെ വലിപ്പം ഇവർക്ക് അറിയില്ലെന്നുണ്ടെങ്കിലും ഇപ്പൊ ഇരിക്കുമ്പോ ഉള്ള വേദന ഉണ്ടല്ലോ, അത് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. അയ്യോ, എങ്ങനെയാണോ നമ്മുടെ പ്ലാനിനെ കുറിച്ച് അറിഞ്ഞത്? ഓടിക്കോ.
ഞങ്ങളെ എറിയുന്നതിന് മുമ്പ് സ്വന്തം ചെരുപ്പ് വൃത്തിയാക്ക.